നമ്മുടെ കമ്പനിയുടെ പേരാണ് ഫെയറോബൈ. ഫെയറോബൈ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനിയുടെ ലോഗോയാണ് നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ടാഗ് ലൈനാണ് ഡ്രിവൺ ബൈ പീപ്പിൾ ഡിസൈൻ ഫോർ സൊസൈറ്റി. ജനങ്ങളാൽ നയിക്കപ്പെടുന്നതും സമൂഹത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമായ ഒരു കോൺസെപ്റ്റാണ് ഫെയറോബൈ. കമ്പനിക്ക് ഒരു വിഷനും അതുപോലെ മിഷനുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന അതിനൂതനമായ ആശയം വഴി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും അതോടൊപ്പം പൗരന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് കമ്പനിയുടെ വിഷനും അതുപോലെ മിഷനും. വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ്? പുതുതായി സ്ഥാപിച്ചിട്ടുള്ളതും പെട്ടെന്ന് വളർച്ച കാണിക്കുന്നതും ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ളതുമായ ബിസിനസ് സംരംഭങ്ങളെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ വിപ്ലവകരമായ വളർച്ച കാണിച്ച കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് ഫ്ലിപ്കാർട്ട്, മേക്ക് മൈ ട്രിപ്പ്, സ്വിഗ്ഗി, ഡെലിവറി, ഓല, ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയവ. ഫെയറോബൈയും ഇതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇ കൊമേഴ്സും മൾട്ടി വെണ്ടർ സിസ്റ്റവും ഡയറക്ട് സെല്ലിങ്ങും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൊമേഴ്സ് ആണ് ഫെയറോബൈ. ഇതിൽ ഇ കൊമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഇന്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ബിസിനസ്സുകളെയും ഇ കൊമേഴ്സ് എന്നൊരു മേഖലയിൽ ഉൾപ്പെടുത്താം. ഡയറക്ട് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. മൾട്ടി വെണ്ടർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വെൻഡേഴ്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന രീതിയാണ് മൾട്ടി വെണ്ടർ സിസ്റ്റം. ഇവിടെ ഫെയറോബൈ എന്നൊരു കമ്പനി നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ കൂടി ഫെയറോബൈ എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരം നൽകുന്നു. ഈ മൂന്ന് മേഖലയും ഇ കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി വെണ്ടർ സിസ്റ്റം ഈ മൂന്ന് മേഖലയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൊമേഴ്സ് ആണ് ഫെയറോബൈ. ഇനി ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ പ്രത്യേകതകൾ നോക്കാം. മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഇടനിലക്കാരിലൂടെയും പരസ്യങ്ങളിലൂടെയും കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 50 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള ഒരു ഉൽപ്പന്നം കസ്റ്റമറുടെ കൈകളിൽ എത്തുമ്പോഴേക്കും 200 രൂപയോളം കൊടുക്കേണ്ടി വരുന്നു. ഇടനിലക്കാർക്കും അതുപോലെ പരസ്യങ്ങൾക്കും കൊടുക്കേണ്ട പൈസ കസ്റ്റമറായ നമ്മളിൽ നിന്നാണ് ഈടാക്കുന്നത്. ഫെയറോബൈ ബിസിനസ് മോഡൽ. ഫെയറോബൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ ഇടനിലക്കാരോ പരസ്യങ്ങളിലോ ഇല്ലാതെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും അവിടെ നിന്ന് കസ്റ്റമേഴ്സിലേക്കും എത്തുന്നു. അതുകൊണ്ട് തന്നെ ഫെയറോബൈക്ക് ഇടനിലക്കാർ ഇല്ലാത്തത് കൊണ്ട് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട തുക ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, പരസ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും കമ്പനിക്ക് സാധിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിയമപരീക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇതിൽ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നു. അതിനുശേഷം 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് വന്നിട്ടുണ്ട്. അതിനുശേഷം 2025 ഫെബ്രുവരി 19 നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും വെബ് പോർട്ടലിന്റെ പ്രകാശനവും നടന്നത്. അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ആദ്യം പറഞ്ഞിരുന്നല്ലോ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്നത്. സ്റ്റാർട്ടപ്പ് എന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേറ്റഡ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഇവിടെ കാണാം. ഇവിടെ ഒരു QR കോഡ് കാണുന്നുണ്ടല്ലോ. ഇത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കമ്പനി വെബ്സൈറ്റിലും ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ ഡെലിവറി സിസ്റ്റം കൊറിയർ പാർട്ണർ വഴിയും ഫെയറോബൈ ഷോപ്പി വഴിയുമാണ്. അതായത് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കൊറിയറുകാർ വീട്ടിലെത്തിച്ചു തരുന്ന ഒരു സംവിധാനമുണ്ട്. അത്തരത്തിൽ നമുക്കിവിടെയും ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പം കൊറിയറുകാർ വീട്ടിൽ എത്തിച്ചു തരുന്നു. രണ്ടാമത്തത് ഫെയറോബൈ ഷോപ്പുകൾ വഴിയാണ്. അതായത് കമ്പനി ഓരോ പിൻ കോഡിലും ഓരോ ഷോപ്പുകൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ലഭ്യമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ത്രൂ ഫിസിക്കൽ, ഡിജിറ്റൽ. രണ്ട് തരത്തിൽ നമുക്ക് ബിസിനസ്സിനെ വളർത്താൻ സാധിക്കും. ഒന്ന് നമുക്ക് നേരിട്ട് കണ്ട് ഫിസിക്കലായിട്ട് നമുക്കറിയുന്ന ആളുകളുടെ അടുത്ത് പോയി നേരിട്ട് കണ്ട് നമുക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഡിജിറ്റലായിട്ട് നമുക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റർ ടു ദ വേൾഡ് ഓഫ് കമ്മ്യൂണിറ്റി കൊമേഴ്സ്. എങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം? നമ്മുടെ KYC ഡോക്യുമെൻ്റായ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാൻ സാധിക്കും. ഈ കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആയതിനു ശേഷം കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടാൻ വേണ്ടി നമ്മൾ ആദ്യം കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി 25 സെയിൽസ് വോളിയം മൂല്യം വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒറ്റത്തവണ വാങ്ങിക്കൊണ്ട് നമുക്ക് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാൻ സാധിക്കും.
ബെനഫിറ്റ്സ് ഓഫ് ബീയിങ് എ ഡിസ്ട്രിബ്യൂട്ടർ. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന വ്യക്തിക്ക് എന്തെല്ലാം തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് നോക്കാം. റീറ്റെയിൽ റവന്യൂ, ടീം സെയിൽസ് റവന്യൂ, പെർഫോമൻസ് റവന്യൂ, ഇൻഷുറൻസ്, റിവാർഡ്സ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്ന്, റീറ്റെയിൽ റവന്യൂ. ശരാശരി 35% റീറ്റെയിൽ റവന്യൂ ഡിസ്ട്രിബ്യൂട്ടറിന് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറിയാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത് DP റേറ്റിലാണ്. അത് നമുക്ക് MRP വരെയുള്ള വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ 35% വരെ ഒരു റീറ്റെയിൽ റവന്യൂ നമുക്ക് ലഭിക്കും. കൂടാതെ കമ്പനി ഒരു റെപ്ലിക്കേറ്റ് വെബ് ലിങ്ക് ലഭിക്കുന്നുണ്ട്. അതുവഴി നടക്കുന്ന ബിസിനസ്സിന്റെയും ലാഭവിഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അടുത്തത് ടീം സെയിൽസ് റവന്യൂ ആണ്. ഇത് ടീം വർക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാന മാർഗമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ബൈനറി സിസ്റ്റമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടീം ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു സെയിൽസ് വോളിയത്തിന്റെ ബിസിനസ് ആണ് നടക്കുന്നതെങ്കിൽ അന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് 30 രൂപയാണ്. രണ്ട് സൈഡിലും 30 സെയിൽസ് വോളിയത്തിന്റെ ബിസിനസ് വെച്ച് നടക്കുമ്പോൾ അന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് 900 രൂപയാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 90 സെയിൽസ് വോളിയത്തിന്റെ ബിസിനസ് ആണ് നടക്കുന്നതെങ്കിൽ അന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് 2700 രൂപയാണ്. ബിസിനസ് ആണ്, എല്ലാ ദിവസവും ഒരുപോലെ നടക്കണമെന്നില്ല. ലെഫ്റ്റ് സൈഡിൽ 300 സെയിൽസ് വോളിയും റൈറ്റ് സൈഡിൽ 400 സെയിൽസ് വോളിയുമാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ അന്നേരം നമ്മുടെ അക്കൗണ്ടിലേക്ക് 300 സെയിൽസ് വോളിയം വെച്ച് മാച്ച് ചെയ്ത് 9000 രൂപ ക്രെഡിറ്റ് ആവുന്നു. ബാക്കി വരുന്ന 100 സെയിൽസ് വോളിയം നമുക്ക് നഷ്ടപ്പെടാതെ അടുത്ത ദിവസങ്ങളിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം വരുമാനം ഒരു ദിവസം 1334 സെയിൽസ് വോളിയം വെച്ച് മാച്ച് ചെയ്ത് 40000 രൂപയാണ്. അതായത് ഒരു ഐഡി വഴി നമുക്ക് 12 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഒരു മാസം ലഭിക്കുന്ന ഒരു ഐഡിയിലൂടെ ലഭിക്കുന്ന മാക്സിമം വരുമാനം. ഇങ്ങനെ ഒരു പാൻ കാർഡിൽ നമുക്ക് 3 ഐഡി വരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വരുമാനം നേടാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫെയറോ ബൈ. അടുത്തത് പെർഫോമൻസ് റവന്യൂ. കമ്പനിയുടെ രണ്ടാമത്തെ പദവിയായ സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന ഡെസിഗ്നേഷൻ തൊട്ട് ആണ് നമുക്ക് പെർഫോമൻസ് റവന്യൂ കിട്ടുന്നത്. ഇത് ഓരോ മാസത്തെയും പെർഫോമൻസ് അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. 15,000-ൽ കുറയാത്ത ഒരു എമൗണ്ട് കമ്പനി നൽകുന്നുണ്ട്. കമ്പനിയുടെ മൂന്നാമത്തെ ഡെസിഗ്നേഷനായ സെയിൽസ് ടീം കോർഡിനേറ്റർ എന്ന ഡെസിഗ്നേഷൻ തൊട്ട് അതിന് മുകളിലേക്ക് നമുക്ക് 1 രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ ഒരു ഇൻഷുറൻസ് 2 ലക്ഷം രൂപയുടെ ഒരു ഫാമിലി ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ ഒരു ഫിനാൻഷ്യൽ ഇയർ 8 തവണ പെർഫോമൻസ് റവന്യൂ വാങ്ങുകയോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബിസിനസ് വോളിയം നമ്മൾ കൊണ്ടുവരികയോ ചെയ്യുന്നവർക്കാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത്. ഇതുകൂടാണ്ട് കമ്പനി കുറച്ച് റിവാർഡ്സുകൾ നൽകുന്നുണ്ട്. സോണൽ സെയിൽസ് കോർഡിനേറ്റർ എന്ന കമ്പനിയുടെ 6ാമത്തെ ഡെസിഗ്നേഷൻ എത്തുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നു. ഇതിന് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തി കമ്പനിയുടെ രണ്ടാമത്തെ പദവിയായ സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന പദവിയിൽ എത്തണം എന്നുള്ളതാണ്. സെയിൽസ് ടീം മാനേജർ എന്ന കമ്പനിയുടെ 10ാമത്തെ പദവിയിൽ എത്തുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നു. ഇതിന് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ ഡയറക്റ്റായി സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കമ്പനിയുടെ 4ാമത്തെ പദവിയായ ഏരിയ സെയിൽസ് കോർഡിനേറ്റർ എന്ന പദവിയിൽ എത്തണം എന്നുള്ളതാണ്. അടുത്ത റിവാർഡ് നൽകുന്നത് കമ്പനിയുടെ 11ാമത്തെ പദവിയിലാണ്. ഏരിയ സെയിൽസ് മാനേജർ ആവുന്ന വ്യക്തിക്ക് കമ്പനി 2,50,000 രൂപ ക്യാഷ് പ്രൈസ് ആയി നൽകുന്നു. ഇതിന് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കമ്പനിയുടെ 5ാമത്തെ പദവിയായ റീജിയണൽ സെയിൽസ് കോർഡിനേറ്റർ എന്ന പദവിയിൽ എത്തണം എന്നുള്ളതാണ്. അടുത്ത റിവാർഡ് നൽകുന്നത് കമ്പനിയുടെ 13ാമത്തെ പദവിയിലാണ്. സോണൽ സെയിൽസ് മാനേജർ ആവുന്ന വ്യക്തിക്ക് കമ്പനി 10 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയി നൽകുന്നത്. ഇത് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കമ്പനിയുടെ 7ാമത്തെ പദവിയായ അസോസിയേറ്റ് സെയിൽസ് മാനേജർ എന്ന പദവിയിൽ എത്തണം എന്നുള്ളതാണ്. അടുത്ത റിവാർഡ് നൽകുന്നത് കമ്പനിയുടെ 15ാമത്തെ പദവിയിലാണ്. നാഷണൽ സെയിൽസ് മാനേജർ ആകുന്ന വ്യക്തിക്ക് കമ്പനി 1 കോടി രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ഇതിന് കമ്പനി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കമ്പനിയുടെ 8ാമത്തെ പദവിയായ സെയിൽസ് മാനേജർ എന്ന പദവിയിൽ എത്തണം എന്നുള്ളതാണ്. ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന സംശയമാണ്, ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇതിൽ പറയുന്ന നമ്മൾ ഒരുപാട് വരുമാന മാർഗങ്ങൾ പറഞ്ഞു, അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെയറോ ബൈ ട്രെയിനിങ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കാൻ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് തരുന്നുണ്ട്.
നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ, ഹോം ക്ലീനിങ് പ്രൊഡക്റ്റുകൾ എല്ലാം ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിക്വിഡ് ഡിറ്റർജൻറ്റ്, ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, സോപ്പ്, പേസ്റ്റ്, അതുപോലെ തന്നെ സെറം, ഗോൾഡ് മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. മാത്രമല്ല മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഓരോ പ്രൊഡക്റ്റുകളും ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നത്. കമ്പനിക്ക് 15 പദവികളാണുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ 15 പദവികളും അതിൻ്റെ മാച്ചിങ് ക്രൈറ്റീരിയയും ക്യാരി ഫോർവേഡ് സെയിൽസ് വോളിയൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഇത് കമ്പനിയുടെ ലോഞ്ചിങ് കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. 2024 ഒക്ടോബർ 2-നാണ് പ്രോഗ്രാം നടക്കുന്നത്. നടി മാളവിക മേനോനാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് അന്ന് പങ്കെടുത്തത്. ഇത് ബിഗിനിങ് എന്ന പേരിൽ കോഴിക്കോട് നടന്നിട്ടുള്ള കമ്പനിയുടെ ആനിവേഴ്സറി പ്രോഗ്രാമാണ്. ഇതതിൻ്റെ ബാക്കി ഫോട്ടോസാണ്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് മുക്കം മണാശ്ശേരിയാണ് ഹെഡ് ഓഫീസ് വരുന്നത്. കമ്പനിയുടെ അഡ്രസ്സും ഇമെയിലും ഫോൺ നമ്പറും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ മികച്ചൊരു ബിസിനസ് അവസരമാണ് നിങ്ങളിവിടെ കേട്ടിട്ടുള്ളത്. ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു യൂട്യൂബ് വീഡിയോ മറ്റാരെങ്കിലും അയച്ചു തന്നിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവരുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്തവർ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.